തന്നെ നമുക്ക് വീണ്ടും പൂർണ്ണമായി സമർപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ പാടിയതുപോലെ കർത്താവിനെ നമ്മൾ കാണുമ്പോൾ ഏറ്റവും വലിയ സൗന്ദര്യം പൂർണ്ണനായിരിക്കുന്ന നമ്മൾ വായിച്ച കർത്താവ് ആമേ സ്വന്തം ഞാൻ കാണുമ്പോൾ എത്ര സൗന്ദര്യമാണ് നമ്മുടെ കർത്താവിന്റെ രൂപം. ഹല്ലേലൂയ. ആമേ ഈ കർത്താവിനെ പോലെ സൗന്ദര്യമുള്ളവരാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു. ആമേ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്വഭാവമാണ്. ഹല്ലേലൂയ. നമ്മളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ നമ്മൾ പണിയില്ലേ ഈ ഭൂമിയിൽ കർത്താവിന്റെ ഹിതം ചെയ്യുക, ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക, അവസാനം വരെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക. ഇത് പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുക, നമുക്കെല്ലാവരും മാതൃക കാണിച്ചു തന്നിരിക്കുക. ആമേനാമേനാമേ സ്വതന്ത്രം നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന്റെ സ്വഭാവത്തോട് ഒരു ദിവസം അനുരൂപപ്പെട്ട് ഈ ഭൂമിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവം ഇഷ്ടം ചെയ്ത് കർത്താവിനോടൊപ്പം വാഴുവാൻ. ഹല്ലേലൂയ. അവരൊരുക്കിയിരിക്കുന്ന ഭവനത്തിൽ ചിന്ത ചേരുവാൻ ദൈവം നമ്മളെ നമ്മെ സ്വന്തം രക്തം തന്ന് ഹല്ലേലൂയ നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുക. ആമേൻ. ഈ ദൈവം നമ്മുടെ സംസാരിക്കുന്ന ദൈവ ശബ്ദത്തിൽ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയണം, കർത്താവ് അവിടുത്തെ സ്വഭാവത്തോടെ എന്റെ സ്വഭാവം അനുരൂപമാണ്. കോപിപ്പാനല്ല, ക്ഷമിപ്പാൻ എനിക്ക് കൃപ തരണം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണം കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഇതിനെല്ലാം നമ്മൾ പ്രാപ്തരാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിന് ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ മേൽ പകർന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. വീണ്ടും ദൈവം നമ്മൾ സംസാരിക്കുന്നു. ആമേൻ. സ്തുതി ആരാധന അനുഗ്രഹിക്കുക നമ്മളെല്ലാവരെയും സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ